സാറിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ടേ ഇല്ല. അടിച്ചു കഴിഞ്ഞേരെയാണ് പറയണത്, നന്നാവാൻ വേണ്ടിയാണ് അടിച്ചത്. ഇനി വീട്ടിൽ പോയി പറയരുത്. വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ഈ വരണോ സ്റ്റേഷനിൽ, എന്നിട്ടില്ലെങ്കിൽ എൻ്റെ പേരിൽ വേറെ കേസ് ഇട്ട് തരും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നെ അവിടെ നിന്ന് അടിച്ച്. കേസ് ആക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നിട്ട് എൻ്റെ ഒരു കടലാസിൽ ഒരു വെള്ള പേപ്പറിൽ ഒപ്പിടിപ്പിച്ച് അച്ഛൻ്റെ പേര് അമ്മൻ്റെ പേര് അഡ്രസ്സും ചോദിച്ചിട്ടാണ് വിട്ട്. കോഴിക്കോട് ബേപ്പൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് യുവാവിനെ ബൈക്കിൽ 3 പേർ ചേർന്ന് പോയതിന് യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ SI മർദ്ദിച്ചെന്നൊരു പരാതി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഈ ബേപ്പൂർ സ്വദേശിയായ അനന്തുവിനാണ് കാര്യമായി ക്രൂരമായ മർദ്ദനമാണ് ഏറ്റിട്ടുള്ളതെന്നാണ് അനന്തു പറയുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം അനന്തുവിന്റെ ശരീരത്തിൽ ആകെ മുറിവിന്റെ പാടുകളുണ്ട്. ഇതൊക്കെ ഇന്നലെ 3 പേർ പോയതിനാണ് പോലീസ് മർദ്ദിച്ചത്. 3 പേര് പോയതിനാണ്, പക്ഷെ ഇന്നെ മാത്രം പിടിച്ച് അടിച്ച്. ബാക്കിയുള്ള ആൾക്കാർ, മൂന്നാമതുള്ളവനെ ഒരു കേസും കാര്യങ്ങളൊന്നുമില്ല. അർജുൻ എന്ന് പറഞ്ഞൊരു ചെക്കനെ മാത്രം വിളിച്ചിട്ടേ ഉള്ളൂ. ഓൻ്റെ കൂടെ ഒപ്പം തന്നെ നിന്ന. അപ്പം ഓനെ വിളിച്ചിട്ട് ഓനെ പോലീസുകാരൻ പുറത്തേ പോയപ്പോൾ ഓൻ്റെ അമ്മനെ വിളിച്ച് വന്നപ്പോഴത്തേക്ക് ഓൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോണ്ട് പോയിക്കോന്ന് പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് ഞാനവിടേക്ക് സാറിനോട് കയറി വന്നിട്ട് സാറേ ഫൈൻ ഇട്ടോളി ത്രിപിൾ എടുത്ത് വണ്ടി കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നപ്പം ആ സാറ് ഈ അവിടെ നിൽക്കാറുണ്ട്. ബാക്കോട്ട് അങ്ങോട്ട് പോയിട്ട് പട്ടിക കഷ്ണം എടുത്തോണ്ടായിരുന്നു. അത് എടുത്തോണ്ടായിരുന്നു ആ റൂമിൻ്റെ ഉള്ളോട്ട് കയറ്റിയിട്ട് ഫുള്ള് തലക്കും ഇതിനൊക്കെ അടിച്ച്. ഞാൻ എന്നിട്ട് കൈക്ക് ഒരു 5-6 പ്രാവശ്യം അടിച്ചപ്പോൾ ഞാൻ തല പൊന്തിച്ചപ്പോൾ എൻ്റെ മൂക്കിനും പിന്നെ തലേൻ്റെ ബാക്കിലും തലേൻ്റെ മുകളിലൊക്കെ കുറേ പ്രാവശ്യം അടിച്ച്. എന്നിട്ട് ഞാൻ അവിടെ സൈഡിൽ ഇരുന്നപ്പോൾ ഞാൻ സാറിനോട് കുറച്ച് വെള്ളം ചോദിച്ച്. അത് കഴിഞ്ഞ് ഞാൻ മതിലിനെ പോലെ പിടിച്ച് എണീച്ചപ്പോൾ പിന്നെ വന്ന് പോലീസുകാരൻ വന്നിട്ട് പിന്നെ അടിച്ച്. പിന്നെ ആ സാറ് വന്നിട്ട് പോലീസുകാരൊക്കെ ആ സാറിനെ അങ്ങനെ പിടിച്ചേക്കുന്നുണ്ട്. പിന്നെയും പട്ടികയായിട്ട് വന്നിട്ട് പിന്നെയും അടിച്ച്. എന്തിനാ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഈ അവരെന്താ പറഞ്ഞത്, ഈ ബൈക്കിൽ 3 പേര് പോയതിനാണോ നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? എന്നോട് ഫൈന് അടച്ചിട്ട് പോയിക്കോ, വണ്ടി കൊണ്ടുവന്നിട്ട് വണ്ടീന്റെ പേരിൽ ഫൈനിട്ട് പോയിക്കോളി പറഞ്ഞിട്ടാണ് വിളിച്ചത്. പിന്നെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. പിന്നെ എന്നെ അടിച്ചിടുകയാണ് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പോലീസ് ഇവർക്കെതിരെ ഒരു കേസ് കൂടി എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ബൈക്കിൽ 3 പേർ ചേർന്ന് പോയതിനല്ല കേസ് എടുത്തിട്ടുള്ളത്. അനന്തു അടക്കമുള്ള അനന്തുവിന്റെ സുഹൃത്തിനെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. കഞ്ചാവ് ബീഡി വലിച്ചു എന്ന് ആരോപിച്ചാണ് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ SIക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും നിങ്ങൾക്കെതിരെ ഇപ്പോഴൊരു കേസ് കൂടി എടുത്തിട്ടുണ്ട്. കേസെടുത്തതിൽ എനിക്കൊന്നും എൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ തപ്പുക കാര്യങ്ങളോ ഒന്നുമില്ല. എന്നെ വിളിച്ച് സാറ് വരാൻ പറഞ്ഞ് ഞാൻ സ്റ്റേഷനിൽ ചെന്ന് സാറെന്നെ അടിച്ച് വിട്ടു. അതിൻ്റെ അകത്ത് എന്നെ എവിടെ തപ്പിയത് കാര്യങ്ങളൊന്നും അറിയില്ല. തപ്പിയിട്ട് ഒന്നുമില്ല. സാറിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ടേ ഇല്ല. അടിച്ചു കഴിഞ്ഞേരെയാണ് പറയണത്, നന്നാവാൻ വേണ്ടിയാണ് അടിച്ചത്. ഇനി വീട്ടിൽ പോയി പറയരുത്. വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ഈ വരണോ സ്റ്റേഷനിൽ, എന്നിട്ടില്ലെങ്കിൽ എൻ്റെ പേരിൽ വേറെ കേസ് ഇട്ട് തരും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നെ അവിടെ നിന്ന് അടിച്ച്. കേസ് ആക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നിട്ട് എൻ്റെ ഒരു കടലാസിൽ ഒരു വെള്ള പേപ്പറിൽ ഒപ്പിടിപ്പിച്ച് അച്ഛൻ്റെ പേര് അമ്മൻ്റെ പേര് അഡ്രസ്സും ചോദിച്ചിട്ടാണ് വിട്ട്. എന്തായാലും ഒപ്പിട്ടാലേ വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. വേറെന്തോ കേസ് ഇട്ട് തരും. ഒപ്പിട്ട് കൊടുത്ത് എന്നെ അടിച്ച് സൈഡിലാക്കി. ഞാൻ അവിടെ ഇരിക്കേന് വെള്ളം തരണമെങ്കിൽ ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞു. എന്നിട്ട് തന്നില്ല. എന്നിട്ട് സാറ് സ്റ്റേഷനൊക്കെ പൂട്ടിയിട്ടിട്ട് അടിച്ച്. എന്നിട്ട് എന്നോട് പറഞ്ഞു സ്റ്റേഷൻ തുറന്നിട്ട് ഈ എന്നെ പോയിക്കോ, നാളെ രാവിലെ 10 മണിക്ക് ഞാൻ അവിടെ എത്തുമ്പോൾ ഈ ഇവിടെ കാണണോ അന്നെ. അങ്ങനെ പറഞ്ഞു. കണ്ടില്ലെങ്കിൽ എൻ്റെ വീട്ടിലെത്തും. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത് എങ്ങനെയാ? പോലീസ് സ്റ്റേഷനിൽ ഞാൻ എൻ്റെ വണ്ടി തന്നെ ആയിട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് തലയൊക്കെ ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങോട്ട് റോട്ടുമ്പിലേക്ക് വന്നിട്ട് ഞാൻ വീട്ടിൽ പറയേണ്ട ആവശ്യം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ അച്ഛത് കണ്ടപ്പോൾ അവൻ്റെ അച്ഛൻ തന്നെ ടെൻഷനായിട്ട് ഫസ്റ്റിന്റെ ഫ്രണ്ട് കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോൾ അവൻ്റെ അച്ഛനോട് പോയി പറഞ്ഞു. ജാമ്യത്തിൽ എടുക്കാൻ വന്നിട്ടാണോ വിട്ടത്? പിന്നെ വണ്ടി ത്രിപിൾ എടുത്തതോളൂ, അതും കേസാക്കിയില്ല. എന്നോട് പറഞ്ഞതാണ് ത്രിപിൾ എടുത്താണ് എന്നെ അടിച്ച് കഴിഞ്ഞതാണ്. എന്നോട് ചോദിച്ചു എൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ വണ്ടിയിൽ വന്നപ്പോൾ ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. അപ്പം എന്റെ ഫ്രണ്ടിന്റെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഓനോട് പൊയ്ക്കോന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നവിടെ പിടിച്ചിട്ട് അടിക്കുകയാണ് ചെയ്തത്. റൂമിലേക്ക് കയറ്റിയിട്ട് പട്ടികയായിട്ട്.